ഹായ് ഡിയർ സി എ ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസ്. നിങ്ങൾ ഈ ഒരു അറ്റംപ്റ്റിൽ ഏറ്റവും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്ത ഏരിയാസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ രണ്ട് അറ്റംപ്റ്റിലും നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ നിന്ന് ഒരു 75% മുകളിലേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് വളരെ യൂസ്ഫുൾ ആണെന്ന് കുട്ടികൾ പറഞ്ഞതുകൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു ലാസ്റ്റ് സ്റ്റേജിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെറ്റ് മീ ടെൽ യു എ ഡിസ്ക്ലൈമർ. നിങ്ങൾ ഈ ഏരിയാസ് മാത്രം നോക്കിയാൽ മതി എന്നല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഏരിയാസ് മാത്രം നോക്കിയിട്ട് പോകാനും അല്ല ഞാൻ പറയുന്നത്. ഈ ഏരിയാസ് നിങ്ങൾ ഒരു കാരണവശാലും മിസ് ഔട്ട് ചെയ്യരുത്. നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ കൂടാതെ ഈ ഏരിയാസ് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ്സ് എല്ലാം കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കുക. ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ എ പ്രിപ്പറേഷൻ. അതാണ് നമുക്ക് ഈ ഒരു സെഗ്മെന്റ് പറയാനുള്ളത്. ആൻഡ് ഓൾസോ ലാസ്റ്റ് മൊമെന്റിൽ ഇനിയിപ്പോൾ എന്ത് നോക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ലോ എക്സാമിന്റെ തൊട്ട് തലേ ദിവസം ഈ ഒരു വീഡിയോ കാണാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏരിയാസ് എന്തായാലും കവർ ചെയ്ത് വെക്കുക. ഇത് കൂടാതെയുള്ള ഏരിയാസ് നോക്കുക. ഇപ്രാവശ്യം ലോ അത്യാവശ്യം സ്കോറിംഗ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ലെറ്റ് മീ സ്റ്റാർട്ട് ദ വീഡിയോ ചാപ്റ്റർ വൈസ്. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും കാണുന്ന ഒന്ന് സ്മോൾ കമ്പനി എന്ന് പറയുന്ന ഡെഫിനിഷൻ, അതുപോലെ ലിസ്റ്റഡ് കമ്പനീന്റെ ഒരു ഡെഫിനിഷൻ, അതുപോലെ 1% കമ്പനി. 1% കമ്പനി നിങ്ങൾക്ക് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലേക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ 1% കമ്പനീന്റെ കോൺസെപ്റ്റ്, നോമിനി, അതുപോലെ തന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് പിന്നെ സിറ്റിസൺഷിപ്പ്, അതുപോലെ ഏതെങ്കിലും ഒരു കമ്പനീനെ നമുക്ക് നോമിനിയാക്കാൻ വേണ്ടി പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം അഗെയിൻസ്റ്റ് റിലേറ്റഡ് ടു ഇൻകോർപ്പറേഷൻ ഓൾസോ. ബട്ട് ഫസ്റ്റ് ചാപ്റ്ററിന്റെ ബേസിൽ ഇടുകയാണ് സ്മോൾ കമ്പനി, ലിസ്റ്റഡ് കമ്പനി, 1% കമ്പനി. സ്മോൾ കമ്പനിയുടെ ഡെഫിനേഷൻ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. അതായത് പേഡ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ആയിക്കോട്ടെ, ടേൺ ഓവർ ആയിക്കോട്ടെ, ആ ലിമിറ്റ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഏതോ കമ്പനിക്കാണ് സ്മോൾ കമ്പനി ആവാൻ പറ്റാത്ത കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യനും എന്തായാലും ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ചാപ്റ്റർ നമ്പർ 1. ചാപ്റ്റർ നമ്പർ 2 വരുമ്പോൾ നെയിം ക്ലോസ്, അൺലിമിറ്റഡ് ലയബിലിറ്റി, സ്റ്റേറ്റ്യൂട്ടറി മിനിമത്തിന്റെ ബിലോ വന്നാൽ അൺലിമിറ്റഡ് ലയബിലിറ്റി വരുന്ന കാര്യം, രജിസ്റ്റേർഡ് ഓഫീസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യന്, സെക്ഷൻ 10 ക്യാപിറ്റൽ കമൻസ്മെന്റ് എന്ന് പറയുന്നതും അതിന്റെ റിലവന്റ് ആയിട്ടുള്ള ഫോംസും കാര്യങ്ങളും, അതുപോലെ തന്നെ ഡോക്ട്രിൻ ഓഫ് അൾട്രാവയർസ്, ഇൻഡോർ മാനേജ്മെന്റ്, കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, 3 ഡോക്ട്രൈനും എൻട്രൻസ്മെന്റും എന്തായാലും കൃത്യമായി നോക്കുക. അതുകൂടാണ്ട് ചാപ്റ്റർ നമ്പർ 2 ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യാൻ വേണ്ടി നോക്കുക. അവസാനം വരുന്ന കുറച്ച് സെഗ്മെന്റ്സ് ഉണ്ട്, എസ്പെഷ്യലി ഹോൾഡിംഗ് കമ്പനിക്ക് സബ്സിഡറി കമ്പനിയിൽ ഷെയർ ഹോൾഡിംഗുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സബ്സിഡറി കമ്പനിക്ക് ഹോൾഡിംഗ് കമ്പനിയുള്ള ഷെയർ ഹോൾഡിംഗും, അതുപോലെ തന്നെ ആരാണ് ഓതറൈസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കുറിപ്പുണ്ട്. പരാഗ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കാണാം, ടെക്സ്റ്റ് ബുക്കിന്റെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ സെഗ്മെന്റ്സും കൂടെ ഒന്ന് കൃത്യമായി നോക്കുക. അതുപോലെ തന്നെ സെക്ഷൻ 13 ഒന്ന് നോക്കുക. 13മായി ബന്ധപ്പെട്ട ടെക്സ്റ്റിന്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. ഇത്രയും മതിയാവും. 1% കമ്പനി നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു. 1% കമ്പനിന്റെ കോൺസെപ്റ്റും കൃത്യമായിട്ട് ഒന്ന് നോക്കി വെച്ചേക്ക്. ഓൾമോസ്റ്റ് ഇത്രയെങ്കിലും എന്തായാലും നോക്കുക. മൂവിംഗ് ഓൺ ടു ചാപ്റ്റർ നമ്പർ 3, ഷെൽഫ് പ്രോസ്പെക്ടസ്, റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ്, 447 ഫ്രോഡിലെ പണിഷ്മെന്റ്സ് ഒന്ന് നോക്കി വെച്ചോളൂ. ഈ അറ്റംപ്റ്റ് ചോദിക്കാനൊരു ചാൻസ് കാണുന്നുണ്ട്. ഡീംഡ് പ്രോസ്പെക്ടസിന്റെ ഒരു ഡെഫിനേഷൻ പഠിച്ചോളൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാനാണ് ചാൻസ് കാണുന്നത്. സെക്ഷൻ 25. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ സെക്ഷൻ 40 ബന്ധപ്പെട്ടിട്ട് ഡിബഞ്ചേഴ്സിന്റെയും ഷെയർസിന്റെയും, അതുപോലെ തന്നെ ന്യൂ ആഫ്രിക്കാൻഡർ മൈനിങ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണമെന്നില്ല, ഇൻ കൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എന്തായാലും ചെയ്യണം ഈ ചാപ്റ്ററിൽ. ഈ ചാപ്റ്ററിന്റെ ഒരു ലെങ്ത്തിന് അത്രയുള്ള ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ ഇല്ല. ബട്ട് സ്റ്റിൽ അത് ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻ ലൈക്ക് മാറ്റേഴ്സ് ടു ബി ഇൻക്ലൂഡും അണ്ടർ റൈറ്റിംഗ് കമ്മീഷന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തു വെച്ചോളൂ. സെക്ഷൻ 27, 28, 29, അതുപോലെ തന്നെ 34, 35 ഈ രണ്ട് സെഗ്മെന്റ്സും കൃത്യമായി നോക്കി വെച്ചു. ഈ രണ്ട് സെഗ്മെന്റ്സ്, അതായത് 27, 28, 29 വരുന്ന സെഗ്മെന്റ് ഉണ്ട്. അതായത് വാരിയേഷൻ ഇൻ ടേംസ്, സർട്ടൻ മെമ്പേഴ്സ് സെല് ചെയ്യുമ്പോൾ കാര്യം, അതുപോലെ തന്നെ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം, അതുപോലെ തന്നെ സിവിൽ ലയബിലിറ്റി, ക്രിമിനൽ ലയബിലിറ്റി. കാരണം ഈ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്ന ആക്ട് CA ഇന്റർന്ന് എടുത്തു കളഞ്ഞപ്പോൾ പ്രോസ്പെക്ടസിൽ കുറച്ചൊരു ഭാഗങ്ങൾ അത് വെച്ചിട്ടുണ്ട്. സോ ആ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നേക്കാം. പിന്നെ പ്രൈവറ്റ് പ്ലേസ്മെന്റിൽ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുണ്ട്. ഒരു 145% ബന്ധപ്പെട്ട 55%, അതുപോലെ തന്നെ 4 പേര് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയസ് എന്നൊക്കെ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ഫുള്ള് കൊടുത്തതിന് ശേഷം മാത്രമേ മറ്റൊന്ന് കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. കൃത്യമായിട്ട് പഠിച്ചു പോവുക. പ്രോസ്പെക്ടസ് ചിലർ സ്കിപ്പ് ചെയ്യുന്ന കാണുന്നുണ്ട്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. 23 മുതൽ ഇങ്ങോട്ട് 29 വരെ ഒന്നായിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് 30 മുതൽ ഇങ്ങോട്ട്, അതായത് ഞാൻ നോർമലി പറഞ്ഞു കൊടുക്കാറ് 23 മുതൽ 29 വരെയുള്ള സെക്ഷൻസ് ഒന്നിച്ച് പഠിക്കാം. 30 മുതൽ 33 വരെയുള്ള സെക്ഷൻസ് ഒന്നിച്ച് പഠിക്കാം. 34 മുതൽ 38 വരെ ഒന്നിച്ച് പഠിക്കാം. 39 മുതൽ 42 ഇങ്ങനെ 4. ഓക്കെ, ഇവിടെ ഞാൻ എഴുതാം 39 to 42. ഇങ്ങനെ ABCD ഇങ്ങനെ 4 ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് പഠിച്ചു നോക്കും. ചാപ്റ്റർ ഓക്കെ ആയിരിക്കും. ഇല്ലാണ്ട് എല്ലാം കൂടി ഒന്നിച്ച് കാണുമ്പോൾ ടെൻഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ആദ്യം ഈ പറഞ്ഞ A എന്ന് പറഞ്ഞ സെഗ്മെന്റ്സ് കംപ്ലീറ്റ് ആക്കുക, പിന്നെ B, പിന്നെ C, പിന്നെ D, അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ ആയിരിക്കും. ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള ഫുള്ളും ചെയ്യുക. നമ്മളുടെ കോർപ്പറേറ്റ് ലോ ബുക്കിലെ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടെങ്കിൽ ആ ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്താൽ മതി. നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കും. റൈറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് വൺ,
ഷെയർ ക്യാപിറ്റൽ ഇപ്രാവശ്യം MTP നോക്കിയ സമയത്ത് 12 മാർക്ക് വന്നാണ്, 12 കൂടുതൽ മാർക്ക് വന്നാണെന്നുണ്ട്. 12 കൂടുതൽ മാർക്ക് വരാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഹെവി മാർക്കാണ്. ഷെയർ ക്യാപിറ്റൽ നോർമലി എന്ന് വെച്ചാൽ ചിലപ്പോൾ തീരെ മാർക്ക് വരാത്തതും ചിലപ്പോൾ നല്ലോണം മാർക്ക് വരുന്നത് കാണുന്നത്. ഈ അറ്റംപ്റ്റിൽ ഒരു ഗട്ട് ഫീലിംഗ് അത്യാവശ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 8 to 10 മാർക്സ് വരാൻ ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ ഒന്ന് നോട്ട്സ് എല്ലാം നോക്കി പോകുന്നത് നന്നാകും. അതിപ്പോൾ ബൈബാക്ക്, ഡിഫറൻഷ്യൽ റൈറ്റ്സ്, സെക്യൂരിറ്റി, സെക്യൂരിറ്റി പ്രീമിയം, ഡിബഞ്ചേഴ്സ് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക. ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് ചെയ്യുക. മാക്സിമം ഒന്ന് നന്നായിട്ടൊരു സമയം ഇതിന് മാറ്റി വെക്കുന്നത് നന്നാകും. സ്കിപ്പ് ചെയ്യാൻ തീരുമാനിക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സും എന്തല്ല ഡെപ്പോസിറ്റ് എന്നുള്ളതും കോൺസെൻട്രേറ്റ് ചെയ്തോ. ലൈക്ക് സാലറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് ഡെപ്പോസിറ്റ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ സിംഗിൾ ട്രാൻസിലുള്ള പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് 75 ഡേയ്സിന് ശേഷം സെക്യൂരിറ്റീസിന്റെ ആപ്ലിക്കേഷൻ മണി പിന്നെ ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിക്കുക എന്ന് പറയുന്ന സെഗ്മെന്റ് ഉണ്ട്. അതുതന്നെ ഡെപ്പോസിറ്റിലെ പിന്നെ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ടാഞ്ചിബിൾ അസറ്റ് മാത്രമേ വെക്കാവൂ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഡെപ്പോസിറ്റിൽ ആക്ച്വലി 4 സെക്ഷൻസ് മാത്രമേ ഉള്ളൂ. അന്ന് ഡീപ്പറായിട്ട് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ കുറേ പോയിന്റ്സ് എല്ലാം കാണാം. ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഞാനൊരു 10 പോയിന്റ് ഒക്കെ ചുരുക്കിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പഠിച്ചു പോയാൽ മതി, എന്തായാലും കിട്ടുന്നതാണ്. പിന്നെ ഒരു സർട്ടൻ കമ്പനീസിന് ഒരു എക്സംഷൻ കൊടുക്കുന്ന ഒരു ലിമിറ്റും, അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനിക്കുള്ള ലിമിറ്റും, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ചില ഒരു എക്സംഷൻ, പിന്നെ എത്ര പേർക്ക് വേണമെങ്കിൽ ഡെപ്പോസിറ്റ് എടുക്കാന്നൊക്കെ പറയുന്ന സെഗ്മെന്റ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും ചെയ്യുക. എല്ലാത്തിലും ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്യാൻ വേണ്ടി നോക്കാം. ചാർജസ് അഗൈൻ ഞാൻ സെലക്റ്റീവ് ആകാൻ പറയാറില്ല, ബട്ട് അഗൈൻ സെക്ഷൻ 80 ഡീംഡ് നോട്ടീസ്, രജിസ്റ്റർ ഓഫ് ചാർജസും സാറ്റിസ്ഫാക്ഷനും 82ഉം 83ഉം രണ്ടും ഒന്ന് നോക്കിയേക്ക്. ഫുള്ളും നോക്കാൻ പറ്റും. അതുപോലെ തന്നെ CHG ഫോംസ് 1 മുതൽ 9 വരെ ഉണ്ട്, MCQല് വന്നേക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ മാനേജ്മെന്റ് അകത്ത് ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ്, പ്രോക്സി, നോട്ടീസ്, AGM, EGM, മിനിറ്റ്സ്. ഇതാണ് ഏറ്റവും പ്രയർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. എഗെയിൻ ഇവിടെ 88 മുതൽ 122 വരെയുള്ള 88 മുതൽ 122 വരെയുള്ള വലിയ ചാപ്റ്റർ ആണ്. സെലക്റ്റീവ് ആണെന്ന് പറഞ്ഞില്ല. ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ എല്ലാ ക്വസ്റ്റ്യനും അങ്ങോട്ട് ചെയ്തോ. 121 ഒന്ന് നോക്കിക്കോട്ടെ. ഇത് കൂടാണ്ട് 121 സെക്ഷൻ കൂടെ ഒന്ന് നോക്കിക്കോ. അതിന്റെ പെനാൽറ്റി ഒന്ന് നോക്കിയേക്ക്. സ്കിപ്പ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. ഇതെങ്കിലും എന്തായാലും ഉറപ്പിക്കുക. അല്ലെങ്കിൽ ഏറ്റവും മിനിമം ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക. അന്നേരം അവിടെ കാണുന്ന പ്രൊവിഷൻസ് ബാക്ക് വന്നിട്ട് പഠിച്ചു പോകുന്ന രീതിയിലും പ്ലാൻ ചെയ്യാം. നെക്സ്റ്റ് ഡിവിഡൻഡിലും അഗെയിൻ ഐ എം നോട്ട് ടെല്ലിങ് യു ടു ഗോ സെലക്റ്റീവ്, ബിക്കോസ് ആകെ 123 മുതൽ 127 വരെ ഉള്ളൂ. പക്ഷേ ഇപ്രാവശ്യം 127ഉം കുറച്ചു കാലമായിട്ട് ചോദിക്കാത്തതുകൊണ്ട് 126നും ഇമ്പോർട്ടൻസ് കാണുന്നു. പ്രോഫിറ്റ് ഇല്ലെങ്കിലും ഡിവിഡൻഡ് കൊടുക്കണം എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻസും ആ ഒരു പ്രോബ്ലവും ഒന്ന് പഠിച്ചേക്കാം. 9ൽ 130, 131 വോളണ്ടറി റിവിഷനും, അതുപോലെ തന്നെ നമ്മളെ സെബി അല്ലെ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞാൽ റിവൈസ് ചെയ്യുന്നതും 138ന്റെ ലിമിറ്റ്സ് പഠിച്ചു വെച്ചേക്ക്. ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ് 134. എന്നാലും 137മായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുണ്ട്, എന്തായാലും ചെയ്തോളൂ. 135 CSRന്റെ ലിമിറ്റ് ഒന്ന് നോക്കി വെച്ചേക്ക്. 128ൽ പേഴ്സൺ റെസ്പോൺസിബിൾ എന്നുള്ള ഭാഗവും നോക്കി വെച്ചേക്ക്. ദിസ് വുഡ് ബി മോർ ദാൻ ഇനഫ്. ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യനും ചെയ്യണം. നെക്സ്റ്റ് 10. ഇവിടെ ഞാൻ 139 മുതൽ 148 വരെ എല്ലാം പഠിച്ചോ എന്നാ പറയാ. 147 ഒന്ന് ചോദിക്കാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. 140, 144, 143, 141 ഇവിടെ എനിക്ക് ഞാൻ പിന്നെ അങ്ങ് ഇട്ടെന്ന് മാത്രം ഫുള്ളും പഠിച്ചേക്കടാ. ഇവിടെ നിങ്ങൾ സ്കിപ്പ് അടിക്കല്ലേ. സെക്ഷൻസിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തേക്ക്. ഓഡിറ്റേഴ്സ് ആണ് ചാപ്റ്റർ. 11 ഫോറിൻ കമ്മിൽ 379, 381, 384, 392, 393 ഇത്രയും സെക്ഷൻസ് എന്തായാലും നോക്കിയേക്ക്. ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യനും ചെയ്തേക്കാം. ഫെമേന്റെ അകത്ത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷന്, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ്റെ അകത്ത് പ്രോഹിബിറ്റർ ആയത്, ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷന് പ്രോഹിബിറ്റർ ആയത് പഠിക്കുക. അത് കൂടാണ്ട് സെക്ഷൻ 6 സബ്സെക്ഷൻ 4 രേണുകാന്നെല്ലാം പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ തന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. എൻ്റെ അതർ ലോന്റെ ബുക്ക് ഉണ്ടെങ്കിൽ അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ ആണ്. നോട്ട്സും അതിൽ തന്നെ ഉണ്ട്. LLPയിൽ 15, 17, 27 to 27, ഫ്രോഡ് 30, സ്മോൾ എൽപിന്റെ ലിമിറ്റ്, ഡെസിഗ്നേറ്റഡ് പാർട്ണർ. ഡെസിഗ്നേറ്റഡ് പാർട്ണറുമായിട്ട് ബന്ധപ്പെട്ട് റഹീം എന്നെല്ലാം പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ ചെയ്ത് നോക്കാം. ഓക്കെ, മോർ ദാൻ ഇനഫ്. നെക്സ്റ്റ് ഈസ് ജനറൽ ക്ലോസിൽ 13, 10, 9, 11 എഫക്ട് ഓഫ് റിപ്പീലും ഇമ്മോബിൾ പ്രോപ്പർട്ടിയിൽ മാംഗോ ട്രീന് ഒരു ക്വസ്റ്റ്യനും ഉണ്ട്, ടാമറൻ ട്രീന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടും പ്രാക്ടീസ് ചെയ്യാം. ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടിനകത്ത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡീഡ്സും, എക്സംഷണൽ കൺസ്ട്രക്ഷൻ, ഹെയ്ഡൻസ് റോള്, നൊസൈട്രൈസ് ഓഫ് സൈസ്, ഫോറിൻ ഡിസിഷൻ, മാർജിനൽ നോട്ട്സ്. ഏറ്റവും മിനിമം ഇതെങ്കിലും അറിയാം. ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ വേണ്ടി നോക്കുക. കോണ്ടംപറീനിയ, എക്സ്പോസിറ്റീവോ പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്ക്. ലാറ്റിൻ ടേംസ് ഒന്ന് നോക്കിയേക്ക്. MCQ എങ്ങാനും വരാനും ചാൻസ് ഉണ്ട്, ചിലപ്പം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വരാനും ചാൻസ് ഉണ്ട്. എഗെയിൻ അതർലോന്റെ ബുക്കുള്ളവർ അത് ഫുള്ള് നോക്കാൻ വേണ്ടി പറയാണ്. എഗെയിൻ ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്തേക്ക്. കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും ഒന്ന് റൈറ്റ് ചെയ്തേക്ക്.
കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിന് പോയിക്കോ. ഇപ്രാവശ്യം 70+ ഈസിലി സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഡിഫിക്കൽട്ട് ആവാൻ ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത് ഓവറോൾ ട്രെൻഡ് നോക്കിയിട്ട്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഇത് മാത്രമായിട്ട് പഠിക്കരുത്, ഇതെന്തായാലും പഠിക്കണം. അതാണ് ഇവിടെ ഞാൻ പറഞ്ഞു തരുന്നത്. ഹോപ്പ്ഫുള്ളി ഈ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് ലോന് വരും എന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. ഇതിൻ്റെ ഒരു PDF എന്തെങ്കിലും വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. നമ്മളുടെ ഓഫീസ് നമ്പറാണ്. അല്ലെങ്കിൽ താഴെ ഞാൻ എന്തെങ്കിലും ലിങ്കോ മറ്റോ ഇട്ട് വെക്കാം. സോ ഓൾ ദ വെരി ബെസ്റ്റ് അഗെയിൻ. ഹോപ്പ് യു ഓൾ വിൽ ക്ലിയർ വിത്ത് വെരി ഗുഡ് മാർക്സ് ആൻഡ് എക്സംഷൻ ഇൻ ലോ. Signing off. See you in the